നമ്മളിന്ന് വന്നിട്ടുള്ള ചാരുമൂടാണ്. ഇവിടെ നമ്മൾ പൂർത്തീകരിച്ചിട്ടുള്ള ഒരു റിനോവേഷൻ വർക്കിന്റെ വിശേഷങ്ങൾ കാണാനായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. വീടിന്റെ ഫ്രണ്ട് എലിവേഷനിൽ മൊത്തത്തിലൊരു ചേഞ്ച് ഓവർ വരുത്തുക എന്നുള്ളതായിരുന്നു നമ്മുടെ ക്ലയന്റിന്റെ ആവശ്യം. അതനുസരിച്ചിട്ട് നമ്മൾ ചെയ്ത് പൂർത്തീകരിച്ചിട്ടുള്ള ഒരു വർക്കാണ്. ഇവിടെ ക്ലയന്റിന്റെ ആഗ്രഹം അനുസരിച്ച് നമ്മൾ ഫ്രണ്ടിൽ വിശാലമായ ഒരു സിറ്റ് ഔട്ട് തന്നെ കൊടുത്തു. ഈ വീടിന്റെ ഏറ്റവും പ്രത്യേകത ഈ വിശാലമായ സിറ്റ് ഔട്ടാണ്. ഈ വീട്ടിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്പേസും ഈ സിറ്റ് ഔട്ട് തന്നെയാണ്. നമ്മുടെ സിറ്റ് ഔട്ടിന് അതേപോലെ നമ്മൾ വിശാലമായ ലെങ്തി ആയിട്ടുള്ളൊരു സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ ഗ്രിപ്പുള്ള ലെപ്പോത്ര ഗ്രാനൈറ്റ് ആണ് നമ്മൾ സ്റ്റെപ്പിന് കൊടുത്തിരിക്കുന്നത്. നമ്മൾ സിറ്റ് ഔട്ടിൽ നിന്ന് നേരെ കയറുന്നത് നമ്മുടെ ഗസ്റ്റ് ലിവിങ്ങിലേക്കാണ്. ഇവിടെ നമ്മൾക്ക് 2 ലിവിങ് റൂമുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഒരു ഗസ്റ്റ് ലിവിങ്ങും അതേപോലെ ഒരു ഫാമിലി ലിവിങ്ങും നമ്മൾ റൈറ്റ് സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഭിത്തിയിൽ ഒരു വെർട്ടിക്കൽ പർഗോള ക്രമീകരിച്ചിട്ടുണ്ട്. നമ്മുടെ ഇവിടെ ലെങ്തി ആയിട്ടുള്ള ഒരു ഹാൾ പോർഷനാണ് ലിവിങ് റൂം പ്ലസ് ഡൈനിങ് റൂം. അപ്പം നമ്മുടെ വീടിന് ഉൾവശത്തെ വെളിച്ചത്തിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നമ്മളിവിടെ ഒരു വെർട്ടിക്കൽ പർഗോള കൊടുത്തിട്ട് ക്രമീകരിച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഫാമിലി ലിവിങ് റൂം. ഇത് നിലവിലുണ്ടായിരുന്ന പഴയ കാർ പോർച്ചിനെ ഞങ്ങൾ മോഡിഫൈ ചെയ്ത് ലിവിങ് റൂം ആക്കി മാറ്റിയതാണ്. ഇവിടെ നമ്മൾ വിശാലമായ നല്ല ഭംഗിയിൽ ചെയ്തിട്ടുള്ള ഒരു TV യൂണിറ്റ് ഉണ്ട്. ഇത് നമ്മൾ അലൂമിനിയത്തിലാണ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഡൈനിങ് സ്പേസ്, ഇതിന്റെ ഫ്ലോറിൽ പഴയ മാർബിൾ ഉണ്ടായിരുന്നു. ഇതിനെ ഞങ്ങൾ പോളിഷ് ചെയ്ത് ഭംഗിയാക്കി എടുത്തതാണ്. അതേപോലെ നമ്മൾ സീലിംഗിൽ ജിപ്സത്തിന്റെ വർക്കുകൾ കൊടുത്തിട്ടുണ്ട്. അലൂമിനിയത്തിൽ ചെയ്തെടുത്തിരിക്കുന്ന കിച്ചൺ കബോർഡാണ് ഇവിടെ ഉള്ളത്. അലൂമിനിയത്തിൽ നമ്മുടെ കിച്ചൺ കബോർഡ് ചെയ്യുമ്പോൾ നമുക്ക് കോസ്റ്റ് എഫക്റ്റീവായിട്ടും അതേപോലെ നല്ല ഭംഗിയിലും ലോങ് ലാസ്റ്റിംഗ് ആയിട്ടും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾ വീടിന്റെ ഇൻസൈഡിൽ ക്രീം വൈറ്റ് ഷെയ്ഡിൽ വരുന്ന കളറാണ് മൊത്തത്തിൽ സെലക്ട് ചെയ്തിരിക്കുന്നത്. നമ്മളൊരു റിനോവേഷൻ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ കൃത്യമായ ഒരു പ്ലാനിങ് തയ്യാറാക്കി നമ്മുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ്, നമ്മൾ എവിടൊക്കെയാണ് മോഡിഫിക്കേഷൻസ് വരുത്തേണ്ടത്, ഇതിന് നമ്മൾ ചിലവാക്കുന്ന ഫണ്ട് നമുക്ക് വർത്താണോ എന്നുള്ളതിനെ പറ്റി നമ്മൾ കൃത്യമായ ഒരു ധാരണ ഉണ്ടാക്കിയതിന് ശേഷം വേണം നമ്മൾ റിനോവേഷൻ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ക്ലയൻറ്റിൻ്റെ ആഗ്രഹങ്ങളെല്ലാം ക്ലയൻറ്റിൻ്റെ ബഡ്ജറ്റിനകത്ത് ഒതുങ്ങി നിൽക്കുന്ന രീതിയിൽ ചെയ്ത് പൂർത്തീകരിച്ച് കൊടുക്കുവാൻ ഞങ്ങൾക്ക് സാധിച്ചു. കട്ടകൾ കെട്ടി കെട്ടിടങ്ങൾ ഉയർത്തുക മാത്രമല്ല ഞങ്ങളുടെ ലക്ഷ്യം, വിശ്വാസം വളർത്തുക കൂടിയാണ്. നിങ്ങളുടെ സ്വപ്ന സാക്ഷാത്കാരത്തിന് റിയൽ സ്ക്വയർ ബിൽഡേഴ്സ് കൂടെ ഉണ്ടാകും.